അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. സബ്ജക്റ്റിന്റെ പേര് ഹ്യൂമാനിസം ആൻഡ് ലോജിക് ആണ്. തിയറി സബ്ജക്റ്റ് ആണെങ്കിലും പെട്ടെന്ന് ഒരു ഒറ്റ വായനയിൽ മനസ്സിലാവുന്ന കാര്യങ്ങളല്ല. ബ്ലോക്ക് 1 ഹ്യൂമാനിസം തന്നെയാണ്. അതിൽ ഫൗണ്ടേഷണൽ ടേംസ് ആണ് യൂണിറ്റ് 1. അതായത് കുറച്ച് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി തരികയാണ്. ആ വാക്കുകൾ ഹ്യൂമാനിസവുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകളാണെന്ന് മാത്രം. ഇവിടെ ഞാൻ റെഫർ ചെയ്തത് BA സൈക്കോളജിയുടെ ഹ്യൂമാനിസം ടെക്സ്റ്റ് ബുക്കാണ്. സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കണ്ടന്റിൽ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം. അതുമായി ബന്ധപ്പെട്ട ഒരു ഇമേജാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഈ ഇമേജ് കണ്ടിട്ടുണ്ടോ? ഇത് എന്താണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇതല്ലേ ക്ലിയർ ആയില്ല, ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഈ ഇമേജിനെ കുറിച്ചിട്ട്? 18 പ്രളയം, അതിലെ രക്ഷാപ്രവർത്തനം. അതെ, 2018 പ്രളയം, അതിലെ രക്ഷാപ്രവർത്തനം. ഇത് ലോകം മുഴുവൻ ശ്രദ്ധിച്ച ഒരു ചിത്രമാണ്. അവിടെ ഒരു വ്യക്തി കുനിഞ്ഞു നിന്നിട്ട് ആ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി, അതായത് ആ ബോട്ടിലേക്ക് പ്രളയം വന്ന സമയത്ത് ബോട്ടിൽ കയറാൻ പേടി തോന്നിയപ്പോൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി കുനിഞ്ഞു നിന്ന് തൻ്റെ മുതുക് കാണിച്ചു കൊടുത്ത് അവിടെ ചവിട്ടിയിട്ട് കയറിക്കോളൂ, പേടിക്കണ്ട എന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് ജെയ്സൽ എന്നാണ്. അപ്പൊ ഞാൻ ആ BA സൈക്കോളജിയുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തപ്പോൾ അതിലെ ഫസ്റ്റ് പാരഗ്രാഫ് ജെയ്സലിനെ കുറിച്ച് പറയുന്നു. അതിങ്ങനെയാണ്: ജെയ്സൽ KP is a fisherman and resident ഓഫ് ചാപ്പപ്പടി. ടെക്സ്റ്റ് ബുക്കിൽ അതിനെ ചപ്പാടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. ചപ്പാടി അല്ല, ചാപ്പപ്പടിയാണ്. അത് താനൂരിലെ ഒരു ബീച്ചിലാണ്. അതായത് തിരൂരിൻ്റെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത പ്ലേസ് ആണ് താനൂർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോട്ടോയിൽ കണ്ടത് ജെയ്സൽ KP ആണ്. ഫിഷർമാൻ, റെസിഡന്റ് അറ്റ് ചാപ്പപ്പടി ബീച്ച് അറ്റ് താനൂർ, കേരള. ടെക്സ്റ്റ് ബുക്കിലെ കാര്യമാണ് ഞാൻ ഈ കോപ്പി പേസ്റ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. During the 2018 August flood in Kerala, he along with his folks rescued many victims of flood. ആ പ്രളയത്തിൽ ദുരിതത്തിലായ ഒരുപാട് ആൾക്കാരെ ജെയ്സലിന്റെ കൂട്ടാളികളും കൂടി രക്ഷപ്പെടുത്തി. One unparalleled act by Jaisal during this rescue operation. അവിടെ വളരെ വ്യത്യസ്തമായൊരു പ്രവർത്തനം ജെയ്സൽ ചെയ്തു. stood out, he bent down in knee, മുട്ടിൽ കുനിഞ്ഞു നിന്നിട്ട് ബോട്ടിലെ ആളുകളെ, ആ സ്ത്രീകളെ, വെള്ളത്തിൽ കൂടെ ബോട്ടിൽ കയറാൻ പേടിയുള്ള ആളുകളെ ബോട്ടിൽ കയറാൻ വേണ്ടി തൻ്റെ മുതുക് കാണിച്ചു കൊടുത്തു. The global community and international media including New York Times hailed this act of compassion. ഈ ഒരു പ്രവർത്തനം ന്യൂയോർക്ക് ടൈംസ് വരെ, ഇന്റർനാഷണൽ മീഡിയാസിലും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിൽ വരെ അന്ന് റിപ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ അതിൻ്റെ ഒരു പിക്ചറാണ് നമ്മൾ നേരത്തെ കണ്ടത്. അപ്പോൾ അയാൾ ചെയ്ത ആ പ്രവൃത്തിയുടെ ഒരു വില എന്താണ് എന്ന് നമുക്ക് അതിനുണ്ടായ സ്വീകാര്യത അല്ലെങ്കിൽ ആ റിപ്പോർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് 1-2 എക്സാമ്പിൾ കൂടി ബുക്കിൽ നമ്മളെ പരിചയപ്പെടുത്തുന്നു. A blogger from Kerala posted a stop payment message on Facebook in March 2023, asking the public arrest of flow remittance for the treatment of poor boys. It has crossed the record fund. 2023 ഒരാളൊരു മെസ്സേജ് ഇട്ടു, ഇനി ക്യാഷ് അയക്കണ്ട, ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് സഹായം അഭ്യർത്ഥിച്ച ഒരാളൊരു മെസ്സേജ് ഇട്ടാണ്. എന്താണ്? ഇനി ക്യാഷ് അയക്കണ്ട, ക്യാഷ് തികഞ്ഞു കഴിഞ്ഞു.
ആവശ്യപ്പെട്ടതിൽ കൂടുതൽ ക്യാഷ് വന്നു. ഇനി ആളുകൾ ക്യാഷ് കൊടുക്കാൻ തയ്യാറാണ്, പക്ഷെ ക്യാഷ് വേണ്ട എന്ന് ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇടുന്നു. വേറൊരു കാര്യം, there are millions of similar actions across the globe. Why do we do that? Who has taught us lessons of this interdependence? Why do we get disturbed when we come to know there is an injustice happening around? Although ചുരുക്കി പറഞ്ഞ, ഇങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുന്നത് എന്തിനാണ്, എന്തുകൊണ്ടാണ്? ഒരു ചെറിയ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ അകമഴിഞ്ഞ് സഹായിക്കുന്നു. അത് നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരാൾക്ക് ക്ലാസ് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഞാനൊന്ന് ചെയ്യാം. അപ്പൊ ഞാൻ പറയുന്നത്, ആദ്യങ്ങളുടെ ജയ്സലിന്റെ കേസ് ആയാലും ശരി, ഒരു കുട്ടിയുടെ ചികിത്സയുടെ കാര്യമായാലും ശരി, അതിനൊക്കെ ആളുകൾ മനസ്സിലേക്ക് അത് ഏറ്റെടുക്കുന്ന, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത്? ആസ് എ ഹ്യൂമൻസ് വി ഹാവ് എ വാല്യൂസ്. മനുഷ്യൻ എന്ന നിലക്ക് കുറച്ച് വാല്യൂസ് ഉണ്ട്. നമ്മളിങ്ങനെ ഒരു യന്ത്രത്തെ പോലെ ജീവിച്ച് മരിച്ചു പോകേണ്ട ആൾക്കാരല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. വി ഹാവ് മോറൽസ്, നമുക്ക് മോറൽസ് ഉണ്ട്. വി ഹാവ് പ്രയോറിറ്റീസ്, നമുക്ക് പ്രയോറിറ്റികളുണ്ട്. ആൻഡ് വി ഹാവ് ഫീലിങ്സ് ഓഫ് വൺസ് കട്ടിങ് അക്രോസ് ദ ബൗണ്ടറീസ്. നമുക്ക് പരിധിയില്ലാത്ത ഫീലിങ്സും മറ്റുള്ളവരുള്ള ദയയും സ്നേഹവും ഒക്കെ ഉണ്ട്. ദിസ് ഫീലിംഗ് ഈസ് കാൾഡ് ഹ്യൂമാനിസം. ഇതിനാണ് നമ്മൾ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സബ്ജക്റ്റിലേക്ക് നമ്മൾ വരികയാണ്. ഹ്യൂമാനിസം ആൻഡ് ലോജിക്. ലോജിക് അവിടെ നിൽക്കട്ടെ. ഹ്യൂമാനിസം എന്താണ്? ഇപ്പൊ ഈ കണ്ട ജയ്സൽ ചെയ്ത പ്രവൃത്തി ഹ്യൂമാനിസാണ്. ഒരു രോഗിക്ക് കുറച്ച് ക്യാഷ് വേണമെന്ന് ആരെങ്കിലും പറയുമ്പോഴേക്ക് നമ്മളൊക്കെ അകമഴിഞ്ഞ് സംഭാവന ചെയ്യുന്നത്, സഹായിക്കുന്നത്, അത് ഹ്യൂമാനിസാണ്. അതെന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരുപാട് വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ്, ഇതിനെല്ലാത്തിനും കൂടെയാണ് നമ്മൾ ഹ്യൂമാനിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് this unit covers the different views and ideas about the human values. This is the basic framework of respective ideologies. എന്താണ് ഹ്യൂമാനിസം എന്നും ആ ഹ്യൂമാനിസം എവിടെ നിന്ന് വന്നു എന്നും ആ ഐഡിയോളജി എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റ് മലയാളത്തിൽ തന്നെ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ PPT ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ തന്നെയാണ്. തുടക്കത്തിൽ കുറച്ച് ഇംഗ്ലീഷ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ ഹ്യൂമാനിസത്തിനെ കുറിച്ചുള്ള കുറേ വാക്കുകൾ, കുറച്ച് ടേംസ് ആണ് നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്. അതിൽ ഹ്യൂമാനിസത്തിനെ കുറിച്ചുള്ള ടേംസ് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത് ഉപനിഷത്തും വേദങ്ങളുമാണ്. നമ്മുടെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ എന്താ പറയുക, അറിവ് എന്ന് പറയുന്നത് ഉപനിഷത്തുകൾ തന്നെയാണ്. അതായത് നമുക്ക് ധാരാളം ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. ഇന്ത്യയുടെ എന്താ പറയുക, ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് ഹിന്ദു ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. കാരണം അതിന് 5000 വർഷത്തെ പഴക്കമുണ്ട്. ഈവൻ ബൈബിള് പോലും 2000 സംതിങ് വർഷം ഉണ്ടാവുള്ളൂ, അല്ലേ? 2000 ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനേക്കാൾ മുൻപ് 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള കുറേ ഗ്രന്ഥങ്ങൾ നമ്മുടെ ഇന്ത്യയുടെ പക്കലുണ്ട്.
കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോയി, കുറേയൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത് മതവുമായി ബന്ധപ്പെട്ടതും ആണ്. അപ്പൊ നമ്മൾ ഉപനിഷത്ത് എന്താണ്? ഉപനിഷത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ. ഉപനിഷത്ത് എന്താണ് എന്ന് ഐഡിയ ഉണ്ടോ? നമുക്ക് കുറെ വേദഗ്രന്ഥങ്ങളുണ്ട്, ഋഗ്വേദം, സാമവേദം, അങ്ങനെ രണ്ട് വേദഗ്രന്ഥങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് പ്രധാനപ്പെട്ട മറ്റൊരു സാധനം ഉപനിഷത്താണ്. ഉപനിഷത്തിന്റെ പ്രത്യേകത, ഉപനിഷത്ത് ആരെഴുതിയെന്ന് അറിയാൻ പറ്റാത്ത പ്രധാനപ്പെട്ട കുറച്ചു നോളജ് ആണ്. അത് ചിലപ്പോൾ ചരിത്ര സംഗതികളാവാം, ചില ഉപദേശങ്ങളാവാം. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ആരോ എഴുതിയത് എന്നാണ്. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ, ഉപ മീൻസ് അടുത്ത്, നിഷത്ത് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ടത് എന്നാണ്. ആരോ അടുത്തിരുന്ന് ആരോ പറയുന്നത് കേട്ട് എഴുതി വെച്ച കുറച്ച് കാര്യങ്ങൾ. ഇത് ശരിക്കും ഇതിന്റെ അറബിക്കിലും ഉണ്ട്. ഖുർആൻ എന്ന് പറയുന്നത് ഒരു വേദഗ്രന്ഥമാണ്. അതോടൊപ്പം തന്നെ ഖുർആന്റെ കൂടെ ഉപനിഷത്തുണ്ട്. അത് അറബിയിൽ അതിനെ ഹദീസ് എന്ന് പറയും. ഖുർആൻ ദൈവത്തിൽ നിന്നുള്ള വചനാണെങ്കിൽ ഹദീസ് ഒരിക്കലും ദൈവത്തിൽ നിന്നുള്ള വചന അല്ല. അത് പലരും എഴുതി വെക്കപ്പെട്ട സാധനമാണ്. അത് പ്രവാചകൻ പറയുന്നത് കേട്ട് എഴുതി വെച്ചതും അല്ലെങ്കിൽ മറ്റു ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് എഴുതി വെക്കപ്പെട്ടതുമായ കാര്യങ്ങളാണ്. അതിനെ ഹദീസ് എന്ന് അറബിയിൽ പറയുന്നു. അതേപോലെയുള്ള ഒരു സംഗതിയാണ് ഉപനിഷത്ത് എന്ന് പറയുന്നത്. അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ട്. അതിലെ ഒരു കാറ്റഗറിയാണ് ഘടോപനിഷത്ത് എന്ന് പറയും. ഇതിന്റെ ഇംഗ്ലീഷിൽ അതിന്റെ കഥാപനിഷത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് വായിക്കുമ്പോൾ അതിന്റെ ഘടോപനിഷത്ത് എന്നാണ് പറയാം. ഘടോപനിഷത്ത്. അപ്പോ ഇത് വേദഗ്രന്ഥവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, ബന്ധപ്പെട്ട കുറച്ച് അറിവുകളാണെന്ന് പറയാം. ഇതില് നമുക്ക് നമ്മുടെ ഹ്യൂമാനിസവുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിലിപ്പോ പറയുന്നത് മരണത്തെക്കുറിച്ചും ആത്മാവിനെ കുറിച്ചുമുള്ള അഗാധമായ തത്വചിന്തകൾ ഒരു കഥാരൂപേണ ഇതിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ വേദഗ്രന്ഥങ്ങള് പലതും കഥാരൂപത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതൊന്ന് കൂടുതൽ ആസ്വാദ്യകരമാക്കാനും കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും വേണ്ടിയിട്ട് പല കഥകളും ആയിട്ടാണ്. ഇപ്പൊ ഭഗവത്ഗീത, രാമായണം, ഇതെല്ലാം നമ്മൾ നോക്കുന്ന സമയത്ത് അതൊരു കഥാരൂപത്തിൽ അതിനെ ക്രമീകരിച്ച് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കഠോപനിഷത്തിൽ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അത് നമ്മുടെ ഹ്യൂമാനിസവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വാക്ക് ശ്രദ്ധ എന്നുള്ളതാണ്. ശ്രദ്ധ എന്താണ്? ശ്രദ്ധ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് വിചാരിക്കും ലിസണിങ് ആണെന്നല്ല. ലിസണിങ് അല്ല. ഇവിടുത്തെ ശ്രദ്ധ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെയർ ആണ്. കെയർ. അപ്പോ ശ്രദ്ധ, അത് നമ്മൾ സാധാരണ കേൾക്കുന്ന ശ്രദ്ധ എന്നതിനേക്കാൾ കുറച്ചും കൂടെ വലുതാണ്. ഇതിന് ശ്രദ്ധ അല്ലെങ്കിൽ പരിഗണന. ശ്രദ്ധ മീൻസ് ആളെ ശ്രദ്ധിക്കലല്ല, പരിഗണിക്കുക അല്ലെങ്കിൽ സംരക്ഷിക്കുക എന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ, അതായത് രണ്ട് കാര്യം പറഞ്ഞല്ലോ. ഒന്ന്, ഒരു മെഡിക്കൽ എക്സ്പെൻസ് വരുമ്പോൾ നമ്മൾ എല്ലാവരും സഹായിക്കുന്നത്, എല്ലാവരും കൂടെ ഒന്നിച്ച് സഹായിക്കുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഇത് എവിടുന്ന് വന്നു? അത് കഠോപനിഷത്തിലെ ശ്രദ്ധ എന്താണ്, എങ്ങനെയാണ് എന്ന് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് വന്നതാണ്. നമ്മൾ പലരും പറയാറുണ്ട്, ഇപ്പൊ നിരീശ്വരവാദികളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അവര് ചിലർ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്, ചിലർ ചെയ്യാത്തതുണ്ട്. അവര് മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല എന്ന് നമുക്കറിയാം. പക്ഷെ ഇന്ന് കാണുന്ന മൂല്യങ്ങളും കുറേ പ്രിൻസിപ്പിൾസും എല്ലാം വന്നിട്ടുള്ളത് എവിടെ തന്നെയാണ്? മതത്തിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് മതത്തെ തള്ളിയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഹ്യൂമാനിസത്തെ കുറിച്ച് പറയുമ്പോൾ മതത്തെ തള്ളിയിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം ഈ പ്രിൻസിപ്പിൾ കംപ്ലീറ്റ് എവിടെ നിന്ന് വന്നതാണ്? മതങ്ങളിൽ നിന്ന് വന്നതാണ്. സോ ആദ്യത്തെ വാക്ക് കെയർ ആണ്. കെയർ എവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്? കഠോപനിഷത്തിലെ
ഒരു അധ്യായത്തിൽ കെയറിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, എങ്ങനെയാണ് ആളുകളെ സഹായിക്കുന്നത്. ഞാൻ ഇവിടെ കുറച്ച് പോയിന്റ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ, വലിയ എക്സ്പ്ലനേഷൻ ഇല്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. കൂടുതൽ ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടൊക്കെ വീണ്ടും പഠിക്കുകയും ചെയ്യാം. കഠോപനിഷത്തൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. അപ്പോൾ കഠോപനിഷത്തിലെ ഒരു അധ്യായത്തിൽ ശ്രദ്ധയെക്കുറിച്ച് പറയുന്നുണ്ട്. ആ ശ്രദ്ധ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ കഠോപനിഷത്ത് എന്താണ് എന്ന് ചെറുതായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് കഠോപനിഷത്ത്? കഥാ ഉപനിഷത്ത് എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നു. അതില് ആദ്യത്തെ അധ്യായത്തിൽ തന്നെയാണ് ശ്രദ്ധയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കഥാരൂപത്തിലാണ് ഇതിനെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഈ കഥാരൂപത്തില് മുഖ്യ കഥാപാത്രം നചികേതസ് എന്ന് പറയുന്ന കഥാപാത്രം. നചികേതസ്, അതും കൂടെ അവിടെ നോട്ട് ചെയ്ത് വെക്കുക. നചികേതസ് ആണ് ഇതിലെ മുഖ്യ കഥാപാത്രം. ഇനി നചികേതസിന്റെ പിതാവായ വജ്രവസ്, മെയിൻ കഥാപാത്രം നചികേതസ് ആണ്. അദ്ദേഹത്തിന്റെ പിതാവ് സ്വർഗം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്താണ്. അതിന് സ്വർഗം കിട്ടണമെന്നുണ്ടെങ്കിൽ യാഗം നടത്തണം. യാഗം നടത്തുമ്പം എന്ത് ചെയ്യണം? അയാളുടെ സ്വത്തുക്കൾ ദാനം ചെയ്യണം. പക്ഷേ ഈ പിതാവ് ദാനം ചെയ്യുന്നത് മോശമായ വസ്തുക്കളാണ്. അതായത് പാൽ തരാത്തതും ദുർബലവുമായ പശുക്കളെയാണ്. ഇതൊരു കഥയാണ് കേട്ടോ, കഥാരൂപത്തിലാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? നമുക്ക് ദൈവത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ദാനം ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ ജെയ്സലിന്റെ പ്രവൃത്തി ആയാലും ഒരു രോഗിക്ക് അസുഖം വരുമ്പോൾ നമ്മളൊക്കെ സഹായിക്കുന്നതും അതിൽ ഈ ഒരു ഘടകമുണ്ട്. അതായത് ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തോ പ്രതിഫലം കിട്ടുമെന്നുള്ള ഒരു കാര്യത്തിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു നെഗറ്റീവ് വശം ഇവിടെ പറയുന്നുണ്ട്. അതായത് വജ്രവസ് സ്വർഗം നേടാൻ വേണ്ടിയിട്ട് യാഗം നടത്തുമ്പോൾ അവിടെ ദാനം ചെയ്യുന്നത് മോശമായ വസ്തുക്കളാണ്. അവിടെയാണ് ആ കഥയുടെ സ്റ്റാർട്ടിങ് വരുന്നത്. അതായത് ശ്രദ്ധയില്ലായ്മയാണ് അവിടെ കാണിക്കുന്നത്. അതായത് കെയറിങ് അല്ല, അവിടെ കെയറിങ് ഇല്ല, നല്ല രീതിയിലുള്ള ഉദ്ദേശവും ഇല്ല, അതായത് ആത്മാർത്ഥത ഇല്ലാത്തൊരവസ്ഥ. അവിടെയാണ് ആ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു പ്രവൃത്തി കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മകനായ നചികേതസിന്റെ മനസ്സിൽ അതിനെതിരെയുള്ള ചിന്ത വരികയാണ്. അങ്ങനെയാണ് ആ ശ്രദ്ധ എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പൊ നചികേതസ് ഇങ്ങനെ ചോദിക്കുകയാണ്, എന്നെ ആർക്കാണ് നൽകുന്നത് എന്ന് പിതാവിനോട് ആവർത്തിച്ച് ചോദിക്കുകയാണ്. വീണ്ടും ചോദിക്കുന്നു. അതായത് നിങ്ങൾ ഇതുവരെ കൊടുത്തതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണ്. ഞാൻ അതിനേക്കാൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നെ തന്നെ കൊടുക്കുന്നതാണ്. ഇത് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ബൈബിളിലും ഖുർആനിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തെ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറായാലാണ് നമ്മൾ നല്ല മനുഷ്യനാവുക. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. പിതാവിനോട് എന്നെ എങ്ങോട്ട് കൊടുക്കണം, എന്നെ കൊടുത്തൂടെ എന്ന് ചോദിക്കുകയാണ്. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്നെ തന്നെ എങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആ പിതാവിന് ദേഷ്യം വരുന്നു. പിതാവ് പറയണത് നിന്നെ യമന് നൽകാമെന്നാണ്. അതായത് മരണത്തിന് കൊടുക്കാം, മരണദേവന് കൊടുക്കാം എന്നുള്ള രീതിയിൽ ദേഷ്യം പിടിച്ചിട്ട് സംസാരിക്കുന്നത്. അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ അവൈലബിൾ അല്ല. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ കെയറില്ലായ്മയും ആത്മാർത്ഥതയും
ആത്മാർത്ഥത ഇല്ലായ്മയും പറയുന്ന ഒരു ഭാഗമാണ് നമ്മൾ നേരത്തെ കണ്ടത് അല്ലെ. അവിടെ രണ്ട് കഥാപാത്രങ്ങളാണുള്ളത്. ഒന്ന് പിതാവും ദെൻ നചികേതസ് എന്ന് പറയുന്ന മകനും. ഇനി മറ്റൊരു വാക്ക് ധർമ്മപദാണ്. ധർമ്മപദം മറ്റേത് കഠോപനിഷത്തിലെ വാക്യങ്ങളാണ്, അവിടെ യൂസ് ചെയ്ത വാക്കാണ്. പക്ഷെ ഇത് ബുദ്ധമതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ധർമ്മപദം എന്ന് പറയും. എന്താണ് ധർമ്മപദം? ധർമ്മം എന്ന് പറഞ്ഞാൽ സത്യം, നീതി എന്നൊക്കെയാണ്. പദ എന്നാൽ പാത എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ നല്ല രീതിയിൽ പോവുക, നല്ല കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ്. അപ്പോ ധർമ്മപദം ധർമ്മത്തിലേക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിലേക്കുള്ള വഴിയാണ്. അതിന് കുറെ ശ്ലോകങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. നമുക്കറിയാം ബുദ്ധമതം, ശ്രീബുദ്ധനാണ് അത് കൊണ്ടുവരുന്നത്. ശ്രീബുദ്ധന് തൻ്റെ ജീവിതത്തിലെ വിവിധ സന്ദർഭങ്ങളിൽ ഭിക്ഷുക്കൾക്കും അനുയായികൾക്കും നൽകിയ ഉപദേശങ്ങളെ ഒന്ന് ക്രമീകരിച്ച് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു എന്താ പറയാ വാക്യങ്ങൾ നമുക്ക് പറയാം. നല്ല രീതിയിൽ ഒരു കാവ്യാത്മകമായ രീതിയിൽ ബുദ്ധൻ പറഞ്ഞ കുറെ കാര്യങ്ങൾ മാത്രമല്ല, അദ്ദേഹം പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ ജീവിത അനുഭവങ്ങൾ എല്ലാം ക്രമീകരിച്ച് വെച്ചിട്ടുള്ള ഒരു സംഗതിയാണ്. സോ അപ്പൊ അതില് പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതായത് ധർമ്മപദത്തില് ഒന്ന്, നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടാവുക. അതായത് ധർമ്മപദം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മൈൻഡിൽ അത് ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മൈൻഡിൽ നിന്ന് വരുന്നതാണ് എന്നാണ് ഒരു പ്രധാനപ്പെട്ട സംഗതി. സോ ബുദ്ധൻ പറയുന്നത്, മലിനമായ മനസ്സോടെ ഒരാൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ദുരിതം അവന് പിന്തുടരും എന്ന് പറഞ്ഞാൽ, നമ്മളിത് കർമ്മഫലം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ പറയാറുണ്ട്. കർമ്മഫലം, നമ്മളിപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയതാണ്, നമ്മുടെ കൈകൾ. ഇത് പല ഗ്രന്ഥങ്ങളും പറയും, നിങ്ങളുടെ കൈകൾ പ്രവർത്തിച്ചതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കും എന്നുള്ളത്. ഇപ്പൊ സൈക്കോളജിക്കലി പോലും അത് പ്രൂവൺ ആണ്. നമ്മൾ മറ്റൊരാളെ വിഷമിപ്പിക്കുന്ന സമയത്ത് അയാൾ അനുഭവിക്കുന്ന വേദന അതിനേക്കാൾ വലിയ രീതിയിലോ അല്ലെങ്കിൽ അതേപോലെയോ ഉടനെ തന്നെ നമ്മൾ അനുഭവിക്കും എന്നുള്ളതാണ്. ഇന്ന് നമുക്കുണ്ടാകുന്ന പല അസുഖങ്ങളും അത് ഒരു പക്ഷെ നമ്മൾ വേറൊരാളെ വേദനിപ്പിച്ചതിന്റെ ഭാഗമാവാം എന്നും വിശ്വസിക്കുന്നവരുണ്ട്. ശക്തമായി നമുക്കത് വിശ്വസിക്കുന്നവരുമുണ്ട്, അത് മനസ്സിലാക്കുന്നവരുണ്ട്. എന്തായാലും ധർമ്മപദത്തിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഉപദേശങ്ങളാണ് ഇനി പറയുന്നത്. ധർമ്മപദം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സിന്റെ കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ചെയ്ത പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയാണ്. അപ്പോ അതിന് കൊടുത്തുള്ള ശ്ലോകം ഇതാണ്: മലിനമായ മനസ്സോടെ ഒരാൾ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്താൽ ദുരിതം അവനെ പിന്തുടരും. ഭാരം വലിക്കുന്ന കാളയുടെ കുളമ്പടിപ്പാടുകൾ പിന്തുടരുന്ന ചക്രം പോലെ. ശ്ലോകം 1 അത് പറയുന്നു. അതായത് നമ്മൾ ചെയ്യുന്നതൊക്കെ അവിടെ റെക്കോർഡായി കിടക്കുന്നുണ്ട് എന്നർത്ഥം. നമ്മൾ ചെയ്യുന്ന നല്ലതും ചീത്തയുമായ എല്ലാം, ഇപ്പൊ മുസ്ലിങ്ങളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. ഞാൻ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും എഴുതി വെക്കാൻ വേണ്ടിയിട്ട് ഒരു മാലാഖ തന്നെയുണ്ട്, അവരത് റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ പോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്യപ്പെടുന്നു എന്ന് മാത്രമല്ല, അത് നമ്മളെ തന്നെ പിന്തുടരുകയും ചെയ്യും, കാളയണ്ടിയുടെ ചക്രം പോലെ. അതായത് നമ്മൾ പോയ വഴിയിലൊക്കെ അത് അവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾ ആരൊക്കെ വേദനിപ്പിച്ചോ, ആരൊക്കെ ബുദ്ധിമുട്ടിച്ചോ എന്നുള്ളതൊക്കെ അവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നർത്ഥം. അത് നോട്ട് ചെയ്ത് വെക്കപ്പെടുക മാത്രമല്ല, അതിന് നമ്മളെ ബാധിക്കുകയും ചെയ്യും. അപ്പോ ധർമ്മപദമാണ് നമ്മൾ പറഞ്ഞത്. ധർമ്മപദം എന്നുള്ളത് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനെയാണ്. നല്ലത് ചെയ്താൽ
നല്ലതായിട്ട് നമുക്ക് കിട്ടുകയും മോശമായ കാര്യങ്ങൾ ചെയ്താൽ മോശമായ മനസ്സുമായി നമ്മൾ ജീവിച്ചാൽ അത് നമ്മളെ ബാധിക്കുകയും ചെയ്യുമെന്നർത്ഥം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മറ്റൊരു സംഗതി ശ്രദ്ധയും ജാഗ്രതയും, വിജിലൻസ് ആൻഡ് അപ്പമാത, ഇതൊക്കെ അതിൽ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് കേട്ടോ. അതായത് ഒരു മനുഷ്യനായി നമ്മൾ ജീവിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾ വേണം. അതിൽ ഒരു സംഗതിയാണ് അലസത, മടി കാണിക്കാതിരിക്കുക എന്നുള്ളത്. ഇതിന് ജാഗ്രത മാത്രമല്ല, അതിനോടൊപ്പം തന്നെ നിരന്തരമായ പരിശ്രമം. നമ്മൾ മനുഷ്യനായി ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ചെയ്തേ പറ്റുള്ളൂ. മടിയനായിരിക്കാൻ പാടില്ല, നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പലപ്പോഴും നമുക്ക് തോന്നും നമുക്കൊരു റെസ്റ്റ് കിട്ടുന്നില്ല എന്ന്. പക്ഷെ നമ്മൾ മനുഷ്യനായി പോയി എന്ന് മാത്രമല്ല, നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ വേറെയുണ്ട്. ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഹ്യൂമാനിസം ഒക്കെ വേണം. അതിൽ ശ്രദ്ധ ഉണ്ടാവണം, ജാഗ്രത ഉണ്ടാവണം. ജാഗ്രത എന്താണ്? നമ്മളൊരു തെറ്റിലേക്ക് പോവാതിരിക്കുക, അല്ലെങ്കിൽ ഒരു അബദ്ധത്തിലേക്ക് പോവാതിരിക്കുക, അങ്ങനെയുള്ള ജാഗ്രത ഉണ്ടായിരിക്കണം. ദെൻ നമ്മൾ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്, ഇപ്പോൾ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിട്ട് വെറുതെ ഇരിക്കുന്ന കുറെ ആളുകളുണ്ടാവും. അവരൊന്നും ദൈവത്തിന് ഇഷ്ടമല്ല. നല്ല ആരോഗ്യം ഉണ്ടായിട്ട് പണിയെടുക്കാത്തവര്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതില്. ദെൻ അപ്പൊ അതിനുള്ള ശ്ലോകം എന്താണെന്ന് വെച്ചാൽ, ജാഗ്രതയുള്ളവർ മരണമില്ലാത്തതിനെ, അതായത് അമാത പ്രാപിക്കുന്നു, അശ്രദ്ധയുള്ളവർ മരണത്തിന് ഇരയാകുന്നു. അതാണ് അവിടുത്തെ ഒരു ശ്ലോകം. നമ്മൾ ശ്രദ്ധയില്ലാതെ ഇപ്പോൾ നമ്മുടെ ശരീരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക, ഒരു അസുഖം വന്ന് നമ്മൾ ചികിത്സ ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ മതത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ പോലും നമ്മൾ എന്താ പറയാ, നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാതിരിക്കുകയോ കേടുവരുത്തുകയോ ചെയ്യാൻ പാടില്ല. ചില മതങ്ങളിലൊക്കെ കാണാറുണ്ട് ശരീരത്തിനെ കേടുവരുത്തിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ, മുറിവേൽപ്പിക്കുക ശരീരത്തിൽ. ഇതൊന്നും ഒരിക്കലും ദൈവം ഇഷ്ടപ്പെടുന്ന കാര്യമില്ല. അപ്പോ അങ്ങനെ ഒരു സംഗതിയുണ്ട്. ശ്രദ്ധ നമുക്ക് വേണം, ജാഗ്രതയും വേണം. അപ്പോ അതിനെക്കുറിച്ച് പറയുമ്പോൾ ആത്മീയപാതയിലെ ഏറ്റവും വലിയ അപകടം അലസതയാണെന്നും, നമ്മളെ കുറിച്ച് തന്നെ ചിന്തിക്കാതിരിക്കുക, മടി കാണിക്കുക. ഇനി ഇങ്ങനെ നമുക്ക് നമ്മളെ കുറിച്ചുള്ള ചിന്തയും ജാഗ്രതയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് വെറുതെ കിട്ടുമൊന്നുമില്ല. ആ ജാഗ്രത കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭൗതികമായിട്ടുള്ള നോളജ് കിട്ടിയാൽ, കുറെ ബുക്ക് വായിച്ചാലോ ഒന്നും ഇത് കിട്ടുന്നതല്ല. അതിന് നമ്മൾ ആത്മീയതയിലേക്ക് പോയാൽ മാത്രമാണ് ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ മതത്തിൽ നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. സാധാരണ ഒരാൾ പറയുന്ന നിർദ്ദേശത്തെക്കാൾ മതപരമായിട്ടുള്ള കാര്യങ്ങൾ, ദൈവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ അതിന് വഴിപ്പെടാൻ സാധ്യതയുണ്ട്. അത് കൃത്യമായ കാര്യങ്ങളാണോ അല്ലയോ എന്നൊന്നും നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ അതൊരു മാനേജ്മെന്റ് ആണ്, നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ഒരു ശക്തിയായിട്ട് നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇനി ഒരു മനുഷ്യന് നന്നായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതും ബുദ്ധമതത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ്. വെറുപ്പിനെ കീഴടക്കുക, കോങ്കറിങ് ഹേറ്റഡ്. ഒരാൾ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലെങ്കിൽ അയാൾ നമ്മളെ വെറുപ്പിക്കുകയാണ് എങ്കിൽ തിരിച്ച് അങ്ങോട്ടും വെറുപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്നാണ് ഈ ഒരു കൺസെപ്റ്റിന് പറയുന്നത്. അതായത് ഈ ലോകത്തിൽ വെറുപ്പ് കൊണ്ട് ഒരിക്കലും വെറുപ്പിനെ ശമിപ്പിക്കാനാവില്ല. വെറുപ്പില്ലായ്മ കൊണ്ട് മാത്രമേ അതിനെ ശമിപ്പിക്കാനാവൂ. ഇതാണ് സനാതന നിയമം. ശ്ലോകം 5 പറയുന്നു. നമ്മളൊരാൾ ബുദ്ധിമുട്ടിക്കുമ്പോൾ തിരിച്ച് അതേ രൂപത്തിൽ നമുക്ക് അയാളോട് പെരുമാറാം. പക്ഷേ അതിന് ദൂരവ്യാപകമായ പ്രയാസങ്ങളാണ് നമുക്കുണ്ടാവുക. ഒരാള് വെറുപ്പിൽ സംസാരിക്കുന്നു, നമ്മൾ അയാളോട് തിരിച്ചും സംസാരിച്ചാൽ അതിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നമുക്ക് തന്നെയാണ്. അതായത് നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും നമുക്ക് തന്നെയാണ് അതിന് തകർച്ച ഉണ്ടാവുക. ഇനി അതിനെ സ്നേഹത്തോടെ നേരിട്ട് നോക്കൂ. മഹാത്മാഗാന്ധി നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങാൻ വേണ്ടി ധാരാളം കഷ്ടപ്പെട്ടു. അന്ന് നമ്മുടെ കയ്യിൽ
ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വലിയ പീരങ്കികളോ ബോംബോ മറ്റുള്ള ആയുധങ്ങളോ ഒന്നുമില്ല. പക്ഷേ ബ്രിട്ടീഷുകാരെ തോൽപ്പിച്ചു. എങ്ങനെ? അവരിങ്ങോട്ട് ചെയ്യുന്ന അതേ രീതിയിൽ അവർ തിരിച്ചടിച്ചിട്ടാണോ? അല്ല. അതാണ് പറഞ്ഞത്, വെറുപ്പിനെ നമുക്ക് ഇത് നമ്മുടെ ലൈഫിൽ നമുക്ക് കുറച്ചൊക്കെ പ്രാവർത്തികമാക്കുന്നത് നല്ലതാണ്. വെറുപ്പിനെ എങ്ങനെ കീഴടക്കാം? അതിന് സ്നേഹം കൊണ്ട് തന്നെ കീഴടക്കാം. പലപ്പോഴും ഒരു തെറ്റിന് കാണുമ്പോൾ വേറൊരു തെറ്റ് പറഞ്ഞിട്ടോ അല്ല, ചില കുട്ടികളോട് പോലും നമ്മൾ അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരെ കുറ്റം പറയുന്നതിന് പകരം അവർ ചെയ്ത ഒരു ഒന്ന് രണ്ട് നല്ല കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് അവരെ ഉപദേശിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ്. അപ്പോൾ വെറുപ്പിനെ സ്നേഹം കൊണ്ട് കീഴടക്കുക എന്നുള്ള കാര്യം കൂടി അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഇനി ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട കുറച്ച് ലക്ഷണങ്ങളാണ്. അതായത് അനിത്യം, ദുഃഖം, അനാത്മം, ഇംപെർമനൻസ്. നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളിവിടെ കാലാകാലങ്ങൾ ജീവിക്കുന്നില്ല എന്നാണ്. നമ്മളിപ്പോഴത്തെ ടെൻഷൻ മുഴുവൻ വരുന്നത് ഈ അനിത്യം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ മറന്നതുകൊണ്ടാണ്. നമ്മൾ എപ്പോഴും എന്ത് ചിന്തിച്ചാൽ മതി, നമ്മൾ കുറച്ചു കാലം ഇവിടെ ഉണ്ടാവുള്ളൂ എന്ന് ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റം വരും. ദെൻ സഫറിങ്, അവിടെ ദുഃഖം എന്നുള്ളതാണ് മലയാളത്തിൽ കൊടുത്തുള്ളത്. സഫറിങ് എന്ന് പറയുന്നത് കുറേ കാര്യങ്ങൾ നമ്മൾ സഹിക്കണം. ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടാത്തതുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റാത്തതുണ്ട്. പക്ഷെ സഹിച്ചേ പറ്റുള്ളൂ. പക്ഷെ അത് സഹിക്കണം നമ്മൾ, അല്ലേ? ഒരുപാട് ആളുകൾ പല കാര്യങ്ങളും കണ്ടിട്ടും മിണ്ടാണ്ടൊക്കെ നിൽക്കുന്നത്, ചില കാര്യങ്ങൾ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിട്ടും ഇത് സാരമില്ല എന്നുള്ള രീതിയിൽ അങ്ങനെ നിൽക്കുന്നത്, അത് മതത്തിനോടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില വിശ്വാസങ്ങളോട് ഉള്ള ഒരു കൂറുകൊണ്ടാണ്. അതായത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ടാവാം, നമുക്ക് വരുന്ന ഓട്ടോമാറ്റിക് വരുന്ന ബുദ്ധിമുട്ടുണ്ടാവാം, അത് ഇന്നല്ലെങ്കിൽ നാളെ മാറിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ സഹിക്കുക. ദെൻ അനാത്മം, അതായത് നോൺ സെൽഫ്. നമ്മളെ മാത്രം ചിന്തിച്ചാൽ പോരാ. അതാണ് ഇപ്പോഴുള്ള നമ്മുടെ ഒരു പ്രശ്നം. നമ്മളെ മാത്രം ചിന്തിച്ച് ജീവിച്ചാൽ നമ്മൾ നന്നാവൂല, നമ്മൾ നല്ല മനുഷ്യനല്ല. നോൺ സെൽഫ്, സെൽഫ് അല്ലാതിരിക്കണം നമ്മൾ. ഇപ്പൊ നമ്മൾ പ്രകൃതിനെ നശിപ്പിക്കുന്നതൊക്കെ ഈ ഒരു തത്വത്തിന് എതിരാണ്. നമുക്ക് ഇവിടെ ജീവിച്ചു പോയാൽ മതിയോ? ബാക്കിയുള്ളവരിവിടെ എങ്ങനെ ജീവിക്കണമെന്ന് നമുക്ക് ചിന്തയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതിനെ നശിപ്പിക്കൂല. എന്ന് അതുപോലെ തന്നെ ഒരു കുടുംബത്തിലാണെങ്കിലും മറ്റൊക്കെ നമ്മൾ നമ്മളെ കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം, അവർക്ക് കൂടി. ഇപ്പോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഒരു സ്റ്റോറി ഉണ്ട്, ഭൂമിയുടെ അവകാശികൾ എന്ന് പറഞ്ഞിട്ട്. അതില് പറയുന്നത് പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങളും അവർക്കും താമസിക്കാനുള്ള സൗകര്യം വേണം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് നമ്മൾ മാത്രം ഭൂമിയിൽ ജീവിച്ചാൽ മതിയോ? അതിൽ വളരെ രസകരമായിട്ട് പറയുന്ന ഒരു സംഗതി, നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ അത് നമ്മുടേതാണെന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ വീടുണ്ടാക്കുന്നില്ല. അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് പൊട്ടത്തരാണ്. നമ്മൾ നമുക്ക് വേണ്ടി ഇവിടെ വീടുണ്ടാക്കുന്നില്ല, അത് വേറെ ആർക്കും വേണ്ടിയിട്ടുള്ളതാണ്, വേറെ കുറെ ജീവികൾക്കുള്ളതാണ്. അപ്പൊ അതിന് രസകരമായിട്ട് പറഞ്ഞൊരു സംഗതി, നിങ്ങൾ ഒരു പുതിയ വീടുണ്ടാക്കുന്നു, ആ വീടിൽ നമ്മൾ കയറുന്നതിന്റെ മുന്നേ അതിൽ ഹൗസ് വാമിങ് നടത്തി കയറി താമസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അതാരാ? നമ്മളൊരു വീടുണ്ടാക്കുന്നു, കോടികൾ ചെലവഴിച്ചിട്ടൊരു വീടുണ്ടാക്കുന്നു, അതിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് കയറി താമസിക്കുന്ന ആൾക്കാരാരാ? ഷിജീഷെ, അതാരാ? എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? ഐഡിയ ഉണ്ടോ? നമ്മൾ ഉണ്ടാക്കുന്ന വീട്, കോടികൾ ചെലവഴിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന വീട്, നമ്മൾ അറിയാതെ നമ്മളെക്കാൾ മുന്നേ താമസിക്കുന്ന, നമ്മുടെ പെർമിഷൻ വേണ്ടാതെ കയറി താമസിക്കുന്ന കുറച്ച് ആൾക്കാർ.
അത് ഷിജീഷ് ലൈവ് കട്ടായോ? ഷിജീഷ് ഒന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഊഹിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഇതിലെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? കുറേ പേര് ജോയിൻ ചെയ്തിട്ടില്ല. മൈക്ക് ഓൺ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. എന്തായാലും ഞാൻ തന്നെ പറയാം. നമ്മൾ കോടികൾ ചെലവഴിച്ചുണ്ടാക്കുന്ന നമ്മുടെ വീട്ടിൽ കയറി താമസിക്കുക. ആദ്യം നമ്മൾ കയറുന്നതിന് മുമ്പ് കുറേ സൂക്ഷ്മജീവികൾ അവിടെ കയറി താമസിക്കും. പല്ലി, പാറ്റ, കൂറ, ഇതൊക്കെ ഇത് അവരുടേതാണ്, അല്ലെങ്കിൽ ഇത് അവരുടേതും കൂടിയാണ്. നമുക്ക് ഒറ്റയ്ക്ക് അങ്ങോട്ട് താമസിക്കാമെന്നൊന്നും വിചാരിക്കണ്ട. അപ്പോൾ നമ്മൾ അവരെ വിളിക്കൊന്നും ചെയ്യേണ്ട, അവരെ ക്ഷണിക്കണ്ട, അവർ ഓട്ടോമാറ്റിക്കലി അവിടെ വരും. അത് പ്രകൃതി നിയമമാണ്, അത് അവരുടേതും കൂടിയാണ്. നമ്മുടെ വീട് ആർക്കും കൂടി അവകാശപ്പെട്ടതാണ്. അതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്ന കഥയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു, നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യം. സോ അപ്പോൾ നമ്മൾ അനിത്യം ഉണ്ടാവണം, അതായത് ഇംപെർമനൻസ്. നമ്മളിവിടെ സ്ഥിരം വന്നതല്ല, സഫറിങ് വേണം, കുറച്ചൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ പോരാ എന്നതാണ്. മറ്റൊന്ന്, എല്ലാം നശിക്കുന്നതാണ്, അനാത്മം. ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് നന്നായിട്ട് പറയാൻ നിങ്ങളെ കൊണ്ട് പറ്റണം. ദെൻ വേറൊന്ന്, ഒരു മനുഷ്യൻ നന്നാവണമെങ്കിൽ കട്ടിങ് ദി റൂട്ട് ഓഫ് ക്രേവിങ്, തൃഷ്ണയുടെ വേരറുക്കുക. അതായത് നമ്മൾ കുറേ ആഗ്രഹങ്ങളാണ് നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം, അല്ലെങ്കിൽ നമ്മുടെ നിരാശയ്ക്ക് കാരണം. നമുക്ക് എന്തിനോടോ അല്ലെങ്കിൽ നമുക്ക് പലതിനോടുള്ള അതിയായ ആഗ്രഹമാണ്. അത് മനുഷ്യന്മാർക്ക് പാടില്ല എന്നാ പറയുന്നത്. അതായത് ദുഃഖത്തിന്റെ കാരണം തൃഷ്ണ, അതായത് ആസക്തി ആണ്. അപ്പൊ അതിന്റെ ശ്ലോകം വരുന്നത് ഇങ്ങനെയാണ്: ഈ ലോകത്ത് ആര് അടക്കാനാവാത്ത തൃഷ്ണയെ കീഴടക്കുന്നുവോ അവനിൽ നിന്ന് ദുഃഖങ്ങൾ തിരമാലയിലെ വെള്ളം പോലെ ഒഴുകിപ്പോകും. നിങ്ങൾ ശരിക്കും ഒന്ന് ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും, പല കാര്യങ്ങളും നമുക്ക് അർഹമല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന ദുരന്തങ്ങൾ. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കണം എന്നാണ് ഈ കാര്യങ്ങളിൽ പറയുന്നത്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. സ്റ്റാർട്ടിങ് എന്ന നിലയ്ക്ക് ഞാൻ കുറച്ച് വൈഡ് ആക്കിയിട്ട് പറഞ്ഞതാണ്. നെക്സ്റ്റ് ക്ലാസ് മുതൽ നമുക്ക് ബാക്കി കാര്യങ്ങളൂടെ പറയാം. അടുത്ത ക്ലാസ്സിൽ സമയമായിരിക്കും കേട്ടോ. ഷിജീഷ് ഓക്കെ ആണ്, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി. ഇതിനെ ഒന്ന് നിങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ടൊക്കെ പറയാം. ഓക്കെ, നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ അല്ലേ? ഓക്കെ.